പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, നമ്മൾ മിക്കവാറും പാടിയിട്ടുള്ള പാട്ടാണ്. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ. ദൈവത്തെ വഹിക്കുന്ന തൃപ്പേടകമായി പരിശുദ്ധ മാതാവ് മാറിയതിൻ്റെ ഓർമ്മയുമായി ഇന്ന് ജനുവരി 1-ാം തീയതി ദൈവമാതൃത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയ ആഗ്രഹത്തോടുകൂടെ നമ്മൾ ഒരു പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കുന്നത് ഈ ഗോഡ് ബെയറേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ സംവഹിക്കുന്നവൾ, അതാണ് പരിശുദ്ധ മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാളിൻ്റെ സത്ത. ദൈവത്തെ ഉദരത്തിൽ സംവഹിക്കാനായി ഭാഗ്യം ലഭിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മാതാവ്. എന്തൊരു ഭാഗ്യമാണിത്! ഇങ്ങനെ സ്വയം സമർപ്പിച്ചതിൻ്റെ, ജീവിതം മുഴുവനായി സമർപ്പിച്ചതിൻ്റെ, ആബേലിൻ്റെ കാഴ്ചയേക്കാൾ, മെൽക്കിസെദേക്കിൻ്റെ കാഴ്ചയേക്കാൾ, ആ വിധവയായ ആ സ്ത്രീ കാണിക്കയിട്ട കാഴ്ചയേക്കാൾ മഹോന്നതമായി ദൈവത്തിനു മുൻപിൽ സ്വന്തം ജീവിതം ഇങ്ങനെ മുഴുവനായി കാഴ്ചവെച്ച പരിശുദ്ധ മാതാവിന് ദൈവം നൽകിയ വലിയ വലിയ വരദാനമാണ്, വലിയൊരു കൃപയാണ് ദൈവമാതാവാകാനായിട്ടുള്ള ഭാഗ്യം. ഇത് മനുഷ്യർക്കിത് ചിന്തിച്ചു കഴിഞ്ഞാലൊന്നും കിട്ടില്ല. നമുക്ക് വലിയ ആലോചനകളിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഇത്രയേ ഉള്ളൂ, സ്വർഗം തൻ്റെ പുത്രന് പിറക്കാനായിട്ടൊരു അമ്മയെ കണ്ടെത്തി. ആ അമ്മയെ ഉത്ഭവ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തി. അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈശോയ്ക്ക് ജന്മം നൽകി. ഈശോ ഉദരത്തിൽ ഉരുവാകാനായിട്ടുള്ള കൃപാവരം നൽകി. എന്തൊരു നമുക്കത് പിടികിട്ടുമെന്നാണ് വിചാരിക്കണേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തമ്പുരാൻ്റെ തിരുമുൻപിൽ ഈ ആദ്യത്തെ ദിവസം ജനുവരി 1-ാം തീയതി നിൽക്കുമ്പോൾ കർത്താവ് ഇതൊക്കെ എന്തൊരു അത്ഭുതമാണെന്ന് പറഞ്ഞ് കരം കൂപ്പി ഇങ്ങനെ കണ്ണും നിറഞ്ഞ് അവിടുത്തെ അത്ഭുതത്തെ ഓർത്ത് ഇങ്ങനെ താഴ്മയോടെ, പരിശുദ്ധ അമ്മയെ കണക്ക് താഴ്മയോടുകൂടി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളെ അവിടുത്തെ തിരുക്കുമാരനെ വഹിക്കുന്നവരാക്കി മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന സമർപ്പിക്കാം ഇന്നത്തെ ദിവസം. ശരിക്കും പരിശുദ്ധ മാതാവ് ഗോഡ് ബെയറർ ആണെങ്കിൽ അവിടുത്തെ മക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ദൈവത്തെ വഹിക്കാനായിട്ടുള്ളവരാണല്ലോ. ക്രിസ്റ്റഫർ പുണ്യവാളനെ വലിയ ഇഷ്ടമുള്ളതിൻ്റെ ഒരു കാരണം ഇതാണ്. ക്രിസ്റ്റഫർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സംവഹിക്കുന്നവൻ. നമുക്കറിയാം പുണ്യാളിൻ്റെ കഥയൊക്കെ. ഒരു കടത്തുകാരനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഈ നദി കടക്കാനായിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഭാരം കൂടുന്നതായിട്ടൊക്കെ അറിയുന്ന കഥകളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ണീശോയാണ് ഈ വേഷം മാറി കുഞ്ഞായിട്ട് വന്നതെന്നൊക്കെയുള്ളൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. വെറുതെ ഐതിഹ്യമായിട്ട് തള്ളരുതെന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. പലരും ഐതിഹ്യമാണെന്ന് പറയുന്ന കാര്യം അത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. നടന്ന സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ക്രിസ്റ്റഫർ എന്നുള്ള പേര് കിട്ടുന്നത്, ദൈവത്തെ സംവഹിക്കുന്നവൻ. ഇന്ന് പരിശുദ്ധ മാതാവ് പറഞ്ഞല്ലോ, ആദ്യത്തെ സക്രാരി, ദൈവത്തെ ഉള്ളിൽ സംവഹിക്കാനായി സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ മാതാവ്. നമ്മളുടെ നിയോഗം അത് തന്നെയാണെന്ന് ഈ 1-ാം തീയതി നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇനിയുള്ളൊരു വർഷം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഞാൻ കർത്താവിനെ സംവഹിക്കും. പോകുന്നിടത്തൊക്കെ ഈശോയെയും കൊണ്ട് പോകും എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാവണം. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ ഒരുപാട് എടുക്കാറുള്ളതല്ലേ. ഇന്നത്തെ ദിവസം ഇങ്ങനെ കർത്താവിനെയും കൊണ്ട് പോകുക എന്നുള്ളൊരു റെസൊല്യൂഷൻ എടുത്തൂടെ? ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഈശോയെ കൊണ്ടുപോകും. എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പ്രശ്നമാണ്. പക്ഷേ ഇത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ, മറ്റാരും മനസ്സിലാക്കാനില്ലാതെ വേദനിച്ചിരിക്കുന്ന എലിസബത്ത് എന്ന് പറയുന്ന ഒരു പ്രായമെത്തി ഗർഭിണിയായ ഒരു വല്യമ്മയുടെ അടുത്തേക്ക് പരിശുദ്ധ മാതാവ് ചെല്ലണത് ഈശോയെയും കൊണ്ടാണ്. അവിടെ വരുന്ന മാറ്റം കാണണം. ഉള്ളിൽ കിടക്കുന്ന ശിശു പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ഇങ്ങനെ കുതിച്ചു ചാടി. ഈ തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരി പെങ്കൊച്ച് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിച്ചു. നമ്മൾ ഈശോയെയും കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് പറയണേ. കർത്താവ് വെറുതെ ചെല്ലുമ്പോൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ കഴിവ് കൊണ്ട്, നമ്മളുടെ അറിവുകൾ കൊണ്ട്, നമ്മളുടെ ചിന്തകൾ കൊണ്ടൊക്കെ ചില കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ചില വീട്ടിൽ ചെല്ലും.
അതിങ്ങനെ കുഴഞ്ഞു കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയെയും കൊണ്ട് കർത്താവിൻ്റെ ഇവിടെ അച്ഛന്മാരുടെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ഈശോയെ വെക്കാനായിട്ടുള്ളത്, പരിശുദ്ധ കുർബാന വെക്കാനായിട്ടുള്ളത്. ഈശോയൊക്കെ ഒന്ന് നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ പ്രശ്നങ്ങൾ നടക്കുന്ന വീട്ടിലേക്ക് ചെന്ന് വെറുതെ ഒരു ഉള്ളു നിറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും പറയേണ്ട പോലും വന്നിട്ടില്ല. ചില സമയത്ത് ഒന്നും പറയേണ്ട പോലും വന്നിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മേട എത്തുന്നതിന് മുൻപ് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് കണ്ടിട്ടുണ്ട് പലതവണ, ഒന്നും രണ്ടും അല്ല. അച്ഛന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. വെൻ യു ബിക്കം ദ ഗോഡ് ബെയറേഴ്സ്, നിങ്ങളുടെ മുൻപിലുള്ള മലകൾ വരെ മല പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. കാരണം കർത്താവ് കടന്നു വരാണ്, പ്രപഞ്ചം മാറി നിൽക്കും, പ്രശ്നങ്ങൾ വഴിമാറും. കാരണം സർവശക്തനായ ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം കടന്നു വരാണ്. ആ കർത്താവിനെ വഹിക്കുന്നവരാകട്ടെ എന്നുള്ളതാണ് ഈ വർഷത്തിലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. എവിടെ പോകുമ്പോഴും ഈശോയെയും കൊണ്ടുപോകും. എവിടെ പോകുമ്പോഴും ഉള്ളു നിറച്ച് ഈശോ 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 എന്നുള്ള വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോയെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ എത്ര പേരുടെ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ട്. അവിടെ പോയി വരുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? ഇത് അച്ഛന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, സിസ്റ്റേഴ്സിന് മാത്രം പറഞ്ഞേക്കുന്ന കാര്യമല്ല, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ചില കാര്യങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്തക്കാരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അവരൊരുമിച്ച് പോയി ഏതെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വരും. അങ്ങോട്ട് പോകാനോ അവരുടെ പഠനങ്ങൾ നല്ലതാണെന്ന് പറയാനോ ഒന്നും അല്ല ശ്രമം. ഈ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഒറ്റ കാര്യം ഒന്ന് ഉള്ളിൽ തറക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ, ചെല്ലുമ്പോൾ ഈശോയെ കൊടുക്കുക. എവിടെ പോയാലും കർത്താവിനെയും കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് ഈശോയുടെ സമാധാനവും സ്നേഹവും പറഞ്ഞിട്ട് തിരിച്ചു പോവാം. നിങ്ങൾ വരാൻ വേണ്ടി മനുഷ്യർ കാത്തിരിക്കും. കാരണം നിങ്ങളല്ല, ഈശോയാ ചെല്ലണേ. ആ ഒരു ഈശോയെ ഓശാന ഞായറാഴ്ച കൊണ്ടുപോയ കഴുതയുടെ കഥയൊക്കെ നമുക്കറിയാലോ. ഇങ്ങനെ ഞാനൊന്നുമല്ല, പക്ഷെ അവൻ എൻ്റെ മുകളിലിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ വിരിക്കപ്പെടും, എൻ്റെ മുന്നിൽ ഒലിവില ചില്ലകൾ വിരിക്കപ്പെടും, എൻ്റെ മുൻപിൽ ഹല്ലേലൂയ ഗീതങ്ങൾ, ഓശാന ഗീതങ്ങൾ വരും. കർത്താവിനെ വഹിക്കുന്നേ. ആ സമയത്ത് നമ്മൾ ചെല്ലുന്നിടങ്ങളിലൊക്കെ ഇതുപോലെ സന്തോഷം നിറയും, സമാധാനം ഉണ്ടാവും. ഈ ജനുവരി 1-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാളിൻ്റെ അന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് ഈശോയെ വഹിക്കാനുള്ള. എൻ്റെ കുഞ്ഞിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈശോ എന്ന് പറയാൻ പറ്റിയാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ വിരുന്നിന് ചെല്ലുമ്പോൾ ആ തിരുനടയിൽ നിന്നൊരു സ്വർഗസ്ഥനായ ചെല്ലാൻ പറ്റിയാൽ, എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് യാത്ര പോകുമ്പോൾ അവിടെ ഈശോയെ പറ്റി ഒരു വാക്ക് മിണ്ടാൻ പറ്റിയാൽ, നിങ്ങൾ ദൈവത്തെ വഹിക്കുന്നവരാണ്, ദൈവ മാതാവിൻ്റെ ആ ഒരു തലത്തിൽ നിൽക്കുന്നവരാണ്, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. എന്നിട്ടും കർത്താവിനെ കൂടാതെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അത് യാത്രയല്ല, അത് അലച്ചിലുകളാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേൽ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചു പോരും. നമ്മുടെ പ്രയാസങ്ങളും ഭാരവും നമ്മൾ ചെല്ലുന്നിടത്ത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോരും. കർത്താവിനെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ സമാധാനവും സന്തോഷവും നിറയും. ഈ 1-ാം തീയതി, ജനുവരി 1-ാം തീയതി, പുതുവത്സര ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഗോഡ് ബെയറേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ വഹിക്കുന്നവർ, ക്രിസ്റ്റഫർമാരാകാൻ, ദൈവമാതാവിനെ കണക്ക് ദൈവത്തെയും കൊണ്ട് നടക്കുന്ന സക്രാരികളായി ജീവിക്കും. കർത്താവെ, ഞങ്ങൾക്കതിനുള്ള ആശീർവാദം തരണമേ. അങ്ങ് ഞങ്ങളോട് കൂടെ എപ്പോഴും സഞ്ചരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിന് തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞ് തൻ്റെ മകൻ മാത്രമായിരുന്നില്ല,
നേരെ മറിച്ച് ബലിക്കുഞ്ഞാടിൻ്റെ മുദ്രയുള്ള ഈ കുഞ്ഞ് ദൈവമാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. ഈശോയെ നമ്മൾ എങ്ങനെ വേണേലും കണ്ടോ, പക്ഷേ അവൻ ദൈവമാണെന്നുള്ള ബോധ്യമുണ്ടാവണം. അത് പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനുമുള്ള ആഗ്രഹവും തീക്ഷ്ണതയും ഉണ്ടാകണം. മകനെ കണക്ക് നിസ്സാരക്കാരനായിട്ടല്ല പരിശുദ്ധമ്മ ഈശോയെ കണ്ടത്, ദൈവത്തെ കണക്ക് തന്നെ. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും വിട്ടുകൊടുക്കാൻ ആ അമ്മ തയ്യാറായിരുന്നു. കാരണം ദൈവം തൻ്റെ നിയോഗം പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കർത്താവെ, അങ്ങയെ ദൈവമായി അനുഭവിക്കാൻ, അങ്ങയെ ദൈവമായി ബോധ്യപ്പെടാൻ, ആ ദൈവത്തെ വിളിച്ചു പറയാനൊക്കെ വേണ്ട വലിയ വെളിച്ചവും തെളിച്ചവും നൽകി ഞങ്ങളെ ആശീർവദിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്കുറക്കത്തിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.